ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ബന്ധത്തിലാണ് എങ്കിൽ നിങ്ങളെ വിട്ടുപോയതിൽ പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം നിങ്ങളുടെ ബന്ധത്തിന്റെ കറണ്ട് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസൊണേറ്റ് ചെയ്യും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെപ്പറ്റി പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നിങ്ങളെ വിട്ടുപോയതിനു ശേഷം നിങ്ങളുടെ വ്യക്തി ഓക്കെ ആണോ, അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ് ആയിട്ടാണ്. ഇതൊരു സ്റ്റെബിലിറ്റി ബ്രേക്കിനെ സൂചിപ്പിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ സുഖമാണ് എന്നൊരു ഇമേജ് ഒക്കെ കാണിച്ചാലും ഉള്ളിൽ ഫാമിലി, സെക്യൂരിറ്റി, ഫ്യൂച്ചർ എന്നതിനെ സംബന്ധിച്ച് ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഇംബാലൻസ് ഉണ്ട്. അതായത് ഇമോഷണലായിട്ട് അവർ ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് കാണിക്കുന്നു. എന്തൊക്കെയോ അമിത പ്രതീക്ഷകൾ വെച്ച് ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ചിലരുടെ കേസിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഒട്ടും ഹാപ്പിയല്ല. 6 ഓഫ് സോർട്സ് ശരിക്കും മെൻ്റൽ പെയിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഉള്ള പെയിനിൽ നിന്നും എങ്ങനെയെങ്കിലും, ആ വേദനയിൽ നിന്നുള്ള ഒരു മോചനം, അത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ ആഗ്രഹം പോലൊന്നും നടക്കാൻ പോകുന്നില്ല. അവർക്കൊരു സമാധാനം കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത്, അതായത് ഹീലിംഗ് ടൈം എന്ന് പറയുന്നത് കുറച്ചേറെ ടൈം എടുക്കും. നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് അവരെങ്കിൽ ശരിക്കും അതിന് ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടാതെ, അതിൽ കൂടി ഹീലിംഗ് ആകാതെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന മജീഷ്യൻ കാർഡ് എന്ന് പറയുന്നത് ശരിക്കും അവർ ഈ ഒരു ബന്ധത്തിന്റെ ഒരു കൺട്രോൾ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്ട്രോങ് ആയി കാണിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം. പ്രധാനമായിട്ടും നിങ്ങളാണ് അവരുടെ കാണി എന്ന് പറയുന്നത്. നിങ്ങളെ കാണിക്കുക, അവർക്ക് നിങ്ങളില്ലെങ്കിലും ഓക്കെയാണ്, എൻ്റെ ലൈഫ് വളരെ നോർമലായി ഹാപ്പി ആയിട്ട് പോകുന്നു എന്നൊക്കെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ഉള്ള ഒരു ശ്രമം. ഈ ഒരു മജീഷ്യൻ കാർഡ് ഒരു മാനിപ്പുലേഷൻ കാർഡാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് പെരുക്കി കാണിക്കുക എന്ന് പറയും. ഒരു ഇല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നു. അവർക്ക് തന്നെ അറിയാം അവർ ഒട്ടും ഓക്കെ അല്ല എന്ന്. എന്നാൽ നിങ്ങൾക്ക് മുൻപിൽ തോൽവി സമ്മതിക്കാൻ അവർ തയ്യാറല്ല. അവരെടുത്ത തീരുമാനമൊക്കെ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ അവരുടെ ആ ഒരു അഭിമാന ബോധം ഒട്ടും സമ്മതിക്കുന്നില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന 8 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് ഒരു റിയൽ ട്രൂത്തിനെയാണ്. അവർ മെൻ്റലി സ്റ്റക്കായിരിക്കുന്ന അവസ്ഥ, ഒരു ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ്, കുറ്റബോധം, ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ നിങ്ങളോട് ക്ഷമ പറയണമെന്നൊക്കെ പലപ്പോഴും തോന്നും. ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിലും മൈൻഡ് ഇംപ്രിസൺ ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതായത് മനസ്സുകൊണ്ട് ഒരു ജയിലിൽ അകപ്പെട്ട ഒരവസ്ഥ. നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാനാകാതെ നമ്മളുടെ ചിന്തകൾ നമ്മളെ വഴിതെറ്റിക്കത്തില്ലേ? അതുപോലെ തന്നെ ഒരുപാട് കാട് കയറി ചിന്തിക്കത്തില്ലേ? ഓവർ തിങ്ക് ചെയ്യിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനാകാതെ ഈ ഒരു ചിന്തയിൽ കുടുങ്ങിക്കിടക്കുന്നതിനെയാണ് മെൻ്റൽ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത്. ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് അവർ 100% ഓക്കെ അല്ല. പുറത്ത് വളരെ സ്ട്രോങ് ആൻഡ് നോർമലായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങളുടെ ശക്തമായ ഓർമ്മകളൊക്കെ തലയിലേക്ക് അടിച്ചടിച്ച് വരുന്ന സമയത്ത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ അവർ മനസ്സുകൊണ്ട് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മോചനമില്ല. അവരുടെ ഒരു ബിഗസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ഈഗോ, അതുപോലെ തന്നെ ഇന്നറായിട്ടുള്ള ഒരു സ്ട്രഗിൾ, ഇത് രണ്ടും കൂടി കൂടിക്കലർന്ന ഒരു എനർജിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അതായത് ഒരു ഓപ്ഷൻ, ഫാൻറ്റസി, എന്താണ് ശരിയെന്ന് ശരിക്കും നിങ്ങൾ ഡൗട്ടായിരിക്കുന്നു. കൺഫ്യൂഷനാണ്. മൈൻഡ് അത്ര ക്ലിയർ അല്ല. ഡേ ഡ്രീമിങ് ചെയ്യുന്നുണ്ട്. കമ്പാരിസൺ എനർജി ഉണ്ട്. എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കിപ്പോയി? എന്നെ കൊണ്ട് ഒരു കഴിവുമില്ലേ? ഞാൻ അത്രയൊക്കെ സ്നേഹം കൊടുത്തിട്ടും എന്നെ എന്തുകൊണ്ട് ഒഴിവാക്കി വിട്ടിട്ട് പോയി? ഇങ്ങനെയൊക്കെ ഒരു 100 കൂട്ടം ചിന്തകൾ. മൈൻഡ് ഒട്ടും ക്ലിയർ അല്ല നിങ്ങളുടെയും. അവരിറങ്ങിപ്പോയ സാഹചര്യത്തെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന എനർജി, കമ്പാരിസൺ. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 7 ഓഫ് വോൺസ് ആണ്. ഒരു ഡിഫൻസീവ് മോഡ്. അതായത് ഇത്ര കാലം ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് 101% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഓരോ പ്രാവശ്യം അവർ ഇൻ ആൻഡ് ഔട്ട് എനർജിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാഭിമാനമൊക്കെ പണയം വെച്ച് നിങ്ങൾ അവരുടെ പുറകെ യാചിച്ച് നടന്നിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ കഥ മാറി. ശരിക്കും അവർ വിട്ടുപോയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്ന ഒരു സമയമാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നിങ്ങൾ ശരിക്കും അവർ കോണ്ടാക്റ്റ് വന്നാൽ പോലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് ഒരു കാര്യരമ്പാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. അവരൊന്ന് പിണങ്ങി മാറി നിന്ന് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അവരുടെ പുറകെ പോയി എങ്ങനെയും കയ്യും കാലും പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു എനർജിയായിരുന്നു നിങ്ങളുടേതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 9 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ശരിക്കും ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് എനിക്ക് സ്റ്റിൽ വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം. അവരെത്രയൊക്കെ നിങ്ങൾക്ക് മുൻപിൽ കിടന്ന് അഭിനയിച്ച് തകർത്തെങ്കിൽ തന്നെയും
ഇതിൽ കാണുന്ന കുറച്ചെങ്കിലും ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകാം. നിങ്ങളുടെ യഥാർത്ഥ വില മനസ്സിലാക്കി കൊടുക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ തരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന 6 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് ഒരു പ്രൈഡ് പ്ലസ് വാലിഡേഷൻ ആണ്. അതായത് നിങ്ങളുടെ ഒരു പബ്ലിക് ഇമേജ് ഒക്കെ വളരെ സ്ട്രോങ് ആക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി മറ്റുള്ളവരോട് തിരക്കുകയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടാകാം. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു അറ്റൻഷൻ കിട്ടുന്നതൊക്കെ നിങ്ങൾ സ്റ്റിൽ എൻജോയ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഓവറോൾ എനർജിയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു ഡിഫെൻസീവ് മോഡിൽ നിൽക്കുന്നു. നിങ്ങളുടെ ഈഗോ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്. ഒരിക്കലും താഴ്ന്നു കൊടുക്കില്ല എന്ന ശക്തമായ ആത്മവിശ്വാസം. നിങ്ങളെ വിട്ടു പോയതിൽ പിന്നെ അവരനുഭവിക്കുന്ന ആ ഒരു സാക്രിഫൈസസ് എല്ലാം തന്നെ കാണുന്ന സമയത്ത് ശരിക്കും നിങ്ങൾക്കൊരു ഇൻസൈഡ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇമോഷണൽ ഗ്രാറ്റിഫിക്കേഷനൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നു. വിക്ടറി ഷോ ചെയ്യുന്ന എനർജിയാണ്. ഐ ആം ഡൂയിങ് ഫൈൻ എന്ന് പറയുന്നൊരു മോഡിൽ നിൽക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കുക, ഡീപ്പ് ലവ് കാർഡ് ഇവിടെ വന്നിട്ടില്ല. ലൈക്ക് കപ്പ് എനർജി, ഇവിടെ ഹെവി ഇമോഷണൽ കമ്മിറ്റ്മെന്റ് കാർഡ്സ് ആണ് വന്നിരിക്കുന്നതെല്ലാം തന്നെ. ഇതൊരു പ്രൈഡ്, അതുപോലെ തന്നെ വാലിഡേഷൻ, കൺഫ്യൂഷൻ എല്ലാം ചേർന്നൊരു മിക്സ് ആണ്. അവർ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് അല്ല നിങ്ങളുടെ ഹേർട്ടിൽ നിന്നും. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു സീരിയസ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് എനർജി അത് കാണിക്കുന്നില്ല. ഈഗോയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. എന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വില മനസ്സിലാക്കണം എന്ന മൈൻഡ് സെറ്റ്. അടുത്തതായി നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്താണെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. സ്ലോ ആയിരിക്കും, പക്ഷേ റിയൽ മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്ന കാർഡുകൾ. ഫസ്റ്റ് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റൊമാൻറ്റിക് അപ്രോച്ചൊക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഒരു ക്ഷമ പറച്ചിൽ, പ്രപ്പോസലായിട്ട്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടൊക്കെ തിരിച്ചു വരാനുള്ള ഒരു ചാൻസിനെ സൂചിപ്പിക്കുന്നു. സമൺ കമ്മിങ് ഫോർവേഡ് വിത്ത് സോഫ്റ്റർ എനർജി. അതായത് മുമ്പോട്ട് പോകും തോറും നിങ്ങളെ പിരിഞ്ഞു പോയ ആൾക്ക് ശരിക്കും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണമെന്ന് അങ്ങേയറ്റം താല്പര്യം ഉണ്ടാകും. അവർ തന്നെ വന്ന് നിങ്ങളോട് പറയും, നമുക്ക് അല്പമൊന്ന് സംസാരിക്കാം, തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഈ കാണിക്കുന്നത്. 3 ഓഫ് വാണ്ട്സ് ഒരു വെയിറ്റിംഗ്, അതുപോലെ തന്നെ പ്ലാനിങ്ങിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി മടങ്ങി വരികയാണെങ്കിൽ പഴയതുപോലെ പോകാൻ ഞാൻ ഒരുക്കമല്ല. ഒരു നല്ല ഒരു മാറ്റമൊക്കെ വരുത്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ മടങ്ങി എന്നിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയുന്ന നിങ്ങളുടെ എനർജി. നിങ്ങൾ രണ്ടുപേരും ഒരു വെയിറ്റിംഗ് ആൻഡ് പ്ലാനിങ് മോഡിലാണ്. അകലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ തന്നെയും ഫ്യൂച്ചർ പോസിബിലിറ്റി നോക്കുന്ന ഒരു എനർജി. നിങ്ങളുടെ റീയൂണിയൻ എനർജി ഇമ്മീഡിയറ്റ് അല്ല, ശരിക്കും ഇൻറ്റൻഷൻ ഗ്രോ ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. അതായത് കുറേയേറെ വർക്ക് ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ പഴയതുപോലെ ഒന്നു ചേരണമെങ്കിൽ. കാരണം മാനസികമായിട്ട് അത്രത്തോളം ഹർട്ടിങ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ് വളരെ നല്ല ഒരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു. വളരെ റിയൽ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ചാൻസിനെ സൂചിപ്പിക്കുന്നു. അതായത് അവർ നിങ്ങളിലേക്ക് ഇനി വരികയാണെങ്കിൽ തന്നെ കുറേയേറെ കാലം ഒരു നോ കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ഒരു റിഗ്രഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ ഇല്ലായ്മ അവരെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഒരു മടങ്ങി വരുമ്പോഴുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, കമ്മിറ്റ്മെന്റ് ടോക്ക്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, എഫേർട്ട്. അതായത് ഈ ഒരു ബന്ധം ഒന്നേന്ന് തൊട്ട് ശരിക്കും ഒരു സ്റ്റേബിൾ മോഡിലേക്ക് പണിഞ്ഞ് എടുക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് കാർഡാണ് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണിക്കുന്നത്. പേജ് ഓഫ് സോർട്സ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്പൈങ്, ചെക്കിങ്, ക്യൂരിയോസിറ്റി. ശരിക്കും മനസ്സ് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി ഓർക്കുന്ന സമയത്ത്. നിങ്ങൾ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ അതിനെ സ്പൈ ചെയ്യുന്നു നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു സ്വഭാവമൊക്കെ മാറിപ്പോയി എന്നൊക്കെ തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണെന്ന് എൻട്രി ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ അവർക്കൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. മുൻപൊക്കെ അവരിൽ നിന്നൊരു മെസ്സേജിനായി നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയം നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പരതി നടക്കുകയാണ്. ഒരാൾ ഫ്യൂച്ചർ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഇമോഷണലായിട്ട് തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. സ്ലോ ആയിരിക്കും, ഒരു റീബിൽഡ് എനർജിയാണ്, ഒരു റിയൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രഷ് സ്റ്റാർട്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു നല്ലൊരു റീയൂണിയൻ നടന്ന് ഈ ഒരു ബന്ധം ഒരു പുതിയ മോഡിലേക്ക് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പക്ഷെ ആദ്യം ഒന്ന് അവർ സംസാരിക്കുമ്പോൾ ഒരു ഇമ്മച്യൂരിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇമ്മച്യൂർഡ് ആയിരിക്കും. ചില തെറ്റിദ്ധാരണകളെല്ലാം തന്നെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോയി പരസ്പരം ആ ഒരു സംശയങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർത്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് പോകാൻ ശ്രമിക്കുക. പക്ഷേ റീയൂണിയൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഒരു ഇമോഷനെ സൂചിപ്പിക്കുന്നു. ഒപ്പം ഏസ് ഓഫ് പെന്റക്കിൾസ് ഒരു പ്രാക്ടിക്കാലിറ്റി അതിനെ സൂചിപ്പിക്കുന്നു. ഈ രണ്ടെണ്ണം കൂടെ ഒരു ബാലൻസ് ചെയ്ത് വായിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു സ്റ്റേബിൾ മോഡിലാണ് എങ്കിൽ ഓക്കെ. പക്ഷേ
നിങ്ങളുടെ ഒരു വ്യക്തിക്ക് നിങ്ങളോട് റൊമാൻറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, ഒരു പ്രവർത്തനവുമില്ല എന്നൊരു ലെവലിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും ഈ എഗെയിൻ കൺഫ്യൂഷൻ, ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് ശ്രദ്ധിക്കുക. ഈ ഒരു റീഡിങ്ങിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് വളരെ പോസിബിൾ തന്നെയാണ്. അവർ തിരികെ വരും. ഒരു 3 months അല്ലെങ്കിൽ ഒരു 6 monthsനകത്ത് തന്നെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എങ്ങനെ വിനിയോഗിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. അവനവന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു റീഡിങ്ങിന് യൂണിവേഴ്സിന് നന്ദി പറയുക. നിങ്ങളുടെ ജാതകവശാലുള്ള ഒരു സമയവും കാര്യങ്ങളും എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് രഹസ്യതകളെല്ലാം തന്നെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു റീയൂണിയൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ സ്റ്റാർട്ടുമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയർ എന്നിവയിൽ ഒരു അടിയന്തര തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡ് എടുത്ത് നോക്കുന്നത് വളരെ സഹായകമാകും. നിങ്ങളുടെ മാത്രം റീഡിംഗ് ആകുന്ന സമയത്ത് നിങ്ങളുടെ എനർജി വെച്ചിട്ട് നോക്കുമ്പോൾ കുറെ കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ ഒരു നമ്പറിൽ ലഭ്യമാണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു ബ്രേക്കപ്പ് എനർജിയിൽ ഒരുപാട് കാലമായി നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുകയാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഡിവൈനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.